ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 448/2025 എന്ന് പറഞ്ഞിട്ടുള്ള കേരള സിവിൽ പോലീസ്, അതായത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം സാലറി സ്കെയിൽ പറയുന്നത് 45,600 തൊട്ട് 95,600 വരെയാണ്. നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ മെത്തേഡ്, അതായത് കാറ്റഗറി നമ്പർ 448/2025 എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഓപ്പൺ മാർക്കറ്റിൽ വരുന്നത്. ബാക്കി രണ്ടും ഗ്രാജുവേറ്റ് മിനിസ്റ്ററി സ്റ്റാഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മുന്നേ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള കാറ്റഗറീസിലാണ്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ വേണ്ടത് 20 to 31 വരെ, അതായത് 2/1/1994 ശേഷം 1/1/2005 മുമ്പുമായിട്ട് ജനിച്ച ആൾക്കാർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റിന് ഗ്രാജുവേഷൻ, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവർ പറയുന്നത് ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ എന്തായാലും വേണം. SI പോസ്റ്റാണ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് വേണ്ടത് 165.10 സെൻറ്റിമീറ്റർ. 165 സെൻറ്റിമീറ്റർ, അതായത് 165.10 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 160.2 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. പിന്നെ ജസ്റ്റ് മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ 81.28, ജസ്റ്റ് എക്സ്പാൻഷൻ ചെയ്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ അധികം വേണം, അതായത് 86 സംതിങ് ആണ് വേണ്ടത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൽ SC/STക്ക് ജസ്റ്റ് മെഷർമെൻറ്റിൽ വേറെ വ്യത്യാസം കാര്യമില്ല. ഈ സെയിം ഇതിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതേ സെയിം തന്നെ വേണ്ടത്. ഹൈറ്റിൽ ചെറിയ മാറ്റമുണ്ട്. SC/ST ആണെങ്കിൽ 160.2 സെൻറ്റിമീറ്റർ മതി. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ആണ്. SC/ST ആണെങ്കിൽ 155 സെൻറ്റിമീറ്റർ മതി. പിന്നെ മെഡിക്കലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ 6/6 തന്നെയാണ് പറയുന്നത്. അത് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ 0.5 കാര്യങ്ങളുമാണ് പറയുന്നത്. ബാക്കി നോക്നിയും കാര്യങ്ങളും ഫ്ലാറ്റ് ഫീറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. വെരിക്കോസ് വെൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ. അത് നിങ്ങളിതിൽ വായിച്ച് നോക്കുക, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ റണ്ണ് 14 സെക്കൻഡ്, അതായത് 100 മീറ്റർ റണ്ണ് 14 സെക്കൻഡിൽ തീർക്കുക. പിന്നെ ഹൈ ജമ്പ് 132 സെൻറ്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് 457 സെൻറ്റിമീറ്റർ. പുട്ട് ഇൻ ദ ഷോട്ട് 609. പിന്നെ ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. എല്ലാം സെയിം നമ്മുടെ നോർമൽ പോലീസിൻ്റെ ഇതിലേക്കുള്ള ഫിസിക്കലിന് അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ 8 ഇവൻറ്റ്സ് പറയുന്നുണ്ട്. 8 ഇവൻറ്റ്സിൽ ഏതെങ്കിലും ഒരു 5 എണ്ണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു നിബന്ധനയായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 100 മീറ്റർ റണ്ണ് 17 സെക്കൻഡ്സിലാണ് ഫീമെയിൽ കാൻഡിഡേറ്റ് തീർക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ് തീർക്കേണ്ടത് 14 സെക്കൻഡിലാണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ഒരുപോലെ തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കേരള PSCയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 31/12/2025 ബുധനാഴ്ച വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വിടുക.